മക്കളെ ഞാനൊരു കഥ പറയാൻ പോവുകയാണേ. പാട്ടും കഥയൊക്കെയാണ്. പാട്ടായിട്ട് പാടി പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് കഥയായിട്ട് പറയാം, നിങ്ങൾ കേൾക്കൂ എന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ആ എന്നാൽ പിന്നെ നമുക്ക് പറയാം കേട്ടോ. അതായത് തോട്ടോളി എന്നാണ് ഒരു രണ്ടാളെ കഥയാണ്. ഒരു തോട്ടോളിയാണ്, ഒരു നമ്പ്യാരാ, തോട്ടോളി നമ്പ്യാർ. അയാളും അതിൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ട്, അത് കതിരൂരടുത്തിൽ. അപ്പോൾ ആടെ ഒരു പെണ്ണുമുണ്ട്. ഇയാൾ ഈ നമ്പ്യാർ ഒരു, അതായത് എന്താ പറയുക, പിന്നെ ഒരു അഹങ്കാരിയാണ് കുറച്ച്. പെണ്ണും വലിയ മോശമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇയാൾ ഇങ്ങനെ ഇവിടെ മുന്നിൽ കൂടി ഇങ്ങനെ പോകും. അതൊരു നടയാണ്, കതിരൂര് നട എന്ന് പറയും. അതിന് ഒരു ദിവസം അയാൾ അതിലൂടെ വരുമ്പോൾ ഈ പെണ്ണാടെ ഉണ്ട്. ആ നടയമേൽ ഇങ്ങനെ നിൽക്കുക. പെണ്ണ് വയ്യൊന്നും തെറ്റി കൊടുത്തില്ല. എന്നപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ച് അയാൾ കുറച്ചിങ്ങോട്ട് വന്നിട്ട് പെണ്ണോട് വിളിച്ച് പറഞ്ഞ്, കതിരൂർ നടേമേലുള്ള അനക്കുക കാണാനേ നല്ലോ കൂടിക്കാനാകാ. അന്നേരം പെണ്ണ് പറഞ്ഞ്, തോട്ടോളിയോ മേന നമ്പിയാരേ കതിരൂർ നടേമേലുള്ള അനക്കുക കൊത്തിയും ചെത്തിയാരച്ചൂറ്റിറ്റ് കപ്പ് കളഞ്ഞ് വേരകിയാൽ നിങ്ങളെ വലത്തേം കഴിയുമ്പോൾ ഒരു വളയുണ്ട്, അത് കുറച്ച് മുകളിലോട്ടാക്കിയിട്ട് അവിടം വരെ ഇങ്ങോട്ട് നക്കൂന്ന് പറഞ്ഞു. അപ്പം നമ്പ്യാർക്ക് ദേഷ്യം പിടിച്ച്. അങ്ങനെ നമ്പ്യാർ പെണ്ണിനെ വിളിച്ച് പറഞ്ഞ്, പിന്നെ എനിക്ക് ഒരു പറമ്പുണ്ട് കാവിഞ്ചരിയറ കുന്നുമ്മൽ, ആടെ ഞാനൊരു അറപ്പണി എടുപ്പിച്ചിട്ട് എന്നെ അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഇനി അതിൽ നിന്ന് പൊയ്ത്ത് ചാവൂന്ന് പറഞ്ഞു. അന്നേരം പെണ്ണ് പറഞ്ഞ്, ഞാൻ അതിൻ്റെ അകത്ത് പൊയ്ത്ത് ചാകുകയാണെങ്കിൽ നിങ്ങളെ കുടിക്കാത്ത വെള്ളം, ഇതുവരെ നിങ്ങൾ കുടിക്കാത്ത വെള്ളം ഞാൻ നിങ്ങളെ കുടിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളെ വഴിക്ക് പോയി. ഈ പെണ്ണിൻ്റെ ആങ്ങളമാരും അമ്മയേ ഉള്ളൂ, അച്ഛനില്ല. ഈ ആങ്ങളമാർ മുടിയണ്ണി മുത്തിന് പോയതാ. അതായത് ഓക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങാൻ, കല്യാണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് സ്വർണ്ണമൊക്കെ വേണമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഈ ആങ്ങളമാരൊക്കെ വന്ന് അവിടുന്ന് ഒരു ദിവസം ഈ നമ്പ്യാർ ഒരാളെയും കൂട്ടിയിട്ട് ആ വീട്ടിൽ വന്ന്, പെണ്ണിൻ്റെ വീട്ടിൽ. ഇതൊന്നും അമ്മേനോടോ അച്ഛനോടോ അവരെ രണ്ട് വീട്ടുകാരോടും ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ വന്ന് ആങ്ങളാരോടും അമ്മയോടും ഒക്കെ ചോദിച്ച്, പെണ്ണിനെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കട്ടെ. ഓ അതിനെന്താ, നിങ്ങൾ കല്യാണം കഴിച്ചോളി. അങ്ങനെ കല്യാണമൊക്കെ നിശ്ചയിച്ച് പോയി. അങ്ങനെ ഇയാൾ പോയി നേരെ ഒരു ആസാരീൻ്റെ വീട്ടിൽ പോയി. ആസാരീൻ്റെ വീട്ടിൽ പോയിട്ട് ആസാരീനോട് പറഞ്ഞ്, ഇങ്ങനെ എനിക്ക് കാവിഞ്ചരിയറ കുന്നുമ്മൽ ഒരറേൻ്റെ പണിയെടുപ്പിക്കണം, അതിന് വരണോ, എന്നാ വരിക എന്നൊക്കെ ചോദിച്ച് അതിനൊരു ആസാരി ആ ദിവസമൊക്കെ പറഞ്ഞ് അങ്ങനെ അറപ്പണിയൊക്കെ എടുപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പെണ്ണ് ഇതറിഞ്ഞ്, ആര്, മാക്കോ, പെണ്ണിൻ്റെ പേര് മാക്ക. അപ്പം പെണ്ണ് എന്ത് ചെയ്ത്, പിന്നെ ഈ ആസാരീൻ്റെ അടുത്ത് പോയി. കുറച്ച് സ്വർണ്ണമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് ആസാരീൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആസാരീനോട് പറഞ്ഞ്, നിങ്ങളൊരു അറപ്പണി എടുക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. ആ എടുക്കുന്നുണ്ട്, അടിയനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്താന്ന്, എനിക്ക് പറ്റുന്നതാണേ ഞാൻ ചെയ്തു തരാം. പിന്നെ ഒരു അറപ്പണി എടുപ്പിക്കുന്ന ഈ അറേൻ്റെ അകത്ത് അയാൾ പറയാത്ത ഒരാൾക്ക് കടക്കാനുള്ള ഒരു കള്ളപ്പണി വെച്ചിട്ട് കള്ളാണി തറച്ചിട്ട് എനിക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വെക്കണമെന്ന് പറഞ്ഞു. ഓ അത് റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്വർണവും കൊടുത്ത് ഒളുങ്ങ് പോന്ന്. ആടുന്ന് ഇവിടെ വന്നിട്ട് പിന്നെ പോയത് ഇവിടെ എവിടേക്കാന്നോ, ഒരു ജോഗിമാരെ വീടുണ്ട്. ജോഗികൾ എന്ന് പറഞ്ഞാൽ അന്ന് മനുഷ്യന്മാരൊക്കെ തിന്നുന്നതാണ്, പെണ്ണുങ്ങളല്ല, ആണുങ്ങൾ മനുഷ്യന്മാർ തിന്നും പോലും അന്ന് ജോഗിമാർ. എനിക്ക് അതൊന്നും അറിയില്ല കേട്ടോ, ഞാൻ പഠിച്ച ഇതിലുള്ളതാണ്. അങ്ങനെ ഇവിടെ ഒരു സന്ധ്യേരം, അവിടെ പകലൊന്നും അങ്ങോട്ട് പോയിക്കൂടാ. സന്ധ്യേരം ആടേക്കും കുറച്ച് സ്വർണ്ണമൊക്കെ എടുത്ത് പോയി. സ്വർണ്ണമൊക്കെ എടുത്ത് പോയിട്ട് അവിടെ ഇവരെ അമ്മയെ ഉണ്ടാവും. ഈ ആൺകുട്ടികളൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് അങ്ങ് പോവും. അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് മെല്ലനെ അവൾ കടന്ന് ചെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ എൻ്റെ മോളെ, ഇനി എന്തിനാ അങ്ങോട്ട് വന്ന്, എൻ്റെ കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ വെച്ചേക്കലാലോ.
അപ്പം പറഞ്ഞ അമ്മ ഒന്നും പറയല്ല, ഞാനൊരു കാര്യത്തിന് വന്നതാണ്, അമ്മ എനിക്ക് ആ ഒരു ഉപകാരം ചെയ്തു തരണോ. അപ്പം ഈ സ്വർണ്ണം അമ്മയ്ക്ക് കൊടുത്ത്, ഓൾ കൊണ്ടുവന്ന സ്വർണ്ണം. അപ്പോൾ അമ്മയ്ക്ക് ഈ സ്വർണ്ണമൊക്കെ കണ്ടേരപ്പം അമ്മയ്ക്ക് ഒരു സന്തോഷമായി. അപ്പോൾ ഇവള് എന്താണ് എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് പിന്നെ വിഷവിദ്യ പഠിക്കണോ, നിങ്ങളെ ഭാഷ പഠിക്കണോ, നിങ്ങളെ വേഷം ധരിക്കണോ, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച് തരണമെങ്കിൽ അതിനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അതൊക്കെ പഠിക്കണമെങ്കിൽ ഇനി ഞങ്ങളെ ഇതിൽ കൂടണമെന്ന് പറഞ്ഞു. അന്നപ്പം പറഞ്ഞ് ഞാൻ നിങ്ങളെ കൂടെ കൂടും, എൻ്റെ അമ്മ മരിച്ചൊരു മാസമുണ്ട്, ആ മാസം ഒരാണ്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരും. അങ്ങനെ പിന്നെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഈ വിദ്യകളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി ഇവളെ. പിന്നെ വിഷവിദ്യ പഠിപ്പിച്ച്, ഭാഷ പഠിപ്പിച്ച്, പിന്നെ ഇവരെ എല്ലാ ഇതും പഠിപ്പിച്ച്. അങ്ങനെ കുറേ ദിവസം കൊണ്ടൊക്കെ പഠിച്ച്. അങ്ങനെ ഒരു ദിവസം ഈ അമ്മേരെ മൂത്ത മോൻ കണ്ട് ഇവള. അപ്പോൾ അമ്മേനോട് ചോദിച്ചു, ഇതാരാ അമ്മേ, എങ്ങനെ അപ്പം അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ പിന്നെ നിങ്ങൾ ഇവളോടൊന്നും ചെയ്യുകയും പറയുകയൊന്നും ചെയ്യരുത്, ഇവളിങ്ങനെയൊക്കെ ഒരാവശ്യമായിട്ട് വന്നതാണ്, നിങ്ങൾ പിന്നെ ഓള് ഒരു കാലം കഴിഞ്ഞാൽ ഓൾ ഇങ്ങോട്ട് വരും, പിന്നെ ഇവളെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കൊണ്ട് നിങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെയായി. അവിടെ നിന്ന് ഇതെല്ലാം പഠിച്ച്, വിഷവിദ്യ പഠിച്ച്, ഭാഷ പഠിച്ച്, അങ്ങനെ ഇവളങ്ങ് പോയി. പോയി. അപ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെ തകൃതിയാണ്, വീട്ടിൽ കല്യാണം അങ്ങനെ പിന്നെ എന്തെല്ലാം വേണം കല്യാണത്തിന്, അവിടെ തകൃതിയൊക്കെ നടന്നു കൊടുക്കുക, ആങ്ങളമാരും അമ്മയും പിന്നെ എല്ലാം സദ്യയൊക്കെ വേണ്ടേ. അങ്ങനെ തന്നെ നമ്പ്യാരെ വീട്ടിലും. അങ്ങനെ കല്യാണം ദിവസം എത്തി. കല്യാണം കഴിഞ്ഞ് അവിടുന്ന് ഇവള് പോകുമ്പോൾ ഒരു കാടൻ പൂച്ച ഉണ്ട്, ചെറിയൊരു കാടൻ പൂച്ച. ഇവിടെ അതിനെ എടുത്ത് ഞാൻ പോറ്റിയ പൂച്ചയാണ്, ഇങ്ങനെ ഞാൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്പ്യാരെ വീട്ടിലെത്തി. അങ്ങനെ അന്ന് അവിടെ കൂടിയ അവിടെ സദ്യയൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയി. അങ്ങനെ പിന്നെ ഇവള് രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് നേരം പോന്നേരം ഈ നമ്പ്യാർ ഇവളോട് പറഞ്ഞ്, മാക്കേ ഞാനൊരു അറപ്പണി എടുപ്പിച്ചേക്ക്, ഇവൊക്കെ ഒന്ന് പോയി കണ്ടൂടെ എന്ന് ചോദിച്ചു. അതിനെന്താ, ഞാൻ പോരാലോ. അങ്ങനെ ഇവർ രണ്ടാളും കൂടി പോയി. അങ്ങനെ പോയി ഈ അറയൻ്റെ ഏരിയത്തെത്തി. അറയൻ്റെ ചുറ്റും നടന്ന് അങ്ങനെ അറ തുറന്ന് ഇവർ രണ്ടാളും കൂടി ആത്ത് കടന്ന്, പൂച്ചേനെയും കൊണ്ടുപോയി ആത്ത് കടന്ന്. ആടെന്ന് പൂച്ച ഇവളും കൂടി ആത്ത് ഇട്ടിട്ട് ഇയാൾ അതിലടച്ച് പുറമേന്ന് അവിടുന്ന് ഇയാളിങ്ങ് പോന്നു. അങ്ങനെ ഇവളതിൻ്റെ അകത്ത് ആയി. അന്ന് അതിൻ്റെ അകത്തായി. അങ്ങനെ ഇവിടെ രാത്രി ആയര ഇവളൊരു കള്ളാണിയൊക്കെ വെക്കാൻ പറഞ്ഞിക്കല്ലേ, അതൊക്കെ തപ്പി പിടിച്ച് പറിച്ച് എടുത്ത് പുറമെ കടന്ന് ആടെ അങ്ങനെ തന്നെ അടച്ച് വെച്ച്, പുറമേന്ന് ഒരാൾ നോക്കിയാലൊന്നും കാണാത്ത രീതിയിലൊക്കെ ആക്കി വെച്ച് അവിടുന്ന് ഇവിടെ ഇങ്ങ് പോന്നു. പിന്നെ ഇവിടെ വന്ന് ഈ യോഗികളെ വീട്ടിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് ഇവർ വിദ്യയൊക്കെ പഠിപ്പിച്ച വിദ്യയൊക്കെ ഇവളോട് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഇവള് പറഞ്ഞ് ഇങ്ങനെയാണ് നിൻ്റെ സ്ഥിതി, അതൊക്കെ അവരോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം എനിക്ക് ഇയാൾക്ക് വിഷം കൊടുക്കണം, വിഷം കൊടുത്തിട്ട് അയാൾ മരിച്ചിട്ട് എനിക്ക് വിഷം ഇറക്കണം, പിന്നെ അതിനുള്ള ഇതും കൂടി നിങ്ങൾ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ എനിക്കൊരു ഇങ്ങനെ ഞാൻ ഇട്ടിട്ട് നടക്കുമ്പോൾ പുഴുതൊയ്യുന്ന ഒരു കുപ്പായോ അങ്ങനെ തന്നെ ഒരു തൊപ്പി, ചെരുപ്പ് ഇതൊക്കെ തരണമെന്ന് പറഞ്ഞു. ഒരു ചൂരലും അതൊക്കെ കൊടുത്തു. അങ്ങനെ ഇവിടെ പാമ്പിനെ ധ്യാനിച്ച് പാമ്പിനോട് പറഞ്ഞു ഇങ്ങനെ തോട്ടോളി പോകണം, തോട്ടോളി പോയിട്ട് അവിടെ ഒരു നമ്പ്യാർ കിടക്കുന്ന ഉറങ്ങുന്നുണ്ട്, അയാൾക്ക് വിഷം കൊടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പാമ്പാടെ പോയി പിന്നെ ഈ വിഷമൊക്കെ കൊടുത്ത് വന്ന്. അങ്ങനെ അയാൾ മരിച്ചുപോയി. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും വന്ന് വിളിച്ചു നോക്കുമ്പോൾ ഇയാൾ എണീക്കുന്നില്ല. അപ്പം പാമ്പ് കടിച്ചതാണ്, അത് ഇയാൾക്ക് എന്തോ നീല നിറമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും. അങ്ങനെ വിഷാരികളെയൊക്കെ കൊണ്ടുവന്ന് കുറേ വിഷാരികളും അല്ലാത്ത വൈദ്യന്മാരും എല്ലാവരും വന്ന്. പക്ഷേ ഇയാൾ എണീക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല, ഒന്നുമില്ല, അയാൾ മരിച്ചുപോയി. അപ്പോൾ ഇയാളെ ദഹിപ്പിക്കണ്ടേ, അതിന് വിറക് വെട്ടാനൊക്കെ ആൾ പോയി. അങ്ങനെ ഇവള് ആ താഴെക്കൂടി ഇങ്ങനെ വരിക. വന്നിട്ട് ഇവളെ കണ്ട അറപ്പാകുമല്ലോ. അങ്ങനെ വീട്ടിലെ ഒച്ചയൊക്കെ കേട്ട് ഇവളെ അങ്ങോട്ട് കയറി. അപ്പോൾ അയ്യത്തുള്ളവർ ഇതെന്തെന്നായത്, പിന്നെ ഇവിടെ പോവുക, ഇവിടെ എന്താന്ന് ചോദിച്ചു. ഇവിടെ അയാൾ മരിച്ചു പോയി, പാമ്പ് കടിച്ച് മരിച്ചതാന്ന് പറഞ്ഞു. ആണോ, എനിക്കൊന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കാനുണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും വന്ന് നോക്കിപ്പോയി
ഇനിയിപ്പോൾ ഇനി നോക്കിയാലൊന്നും മറിയല ഇതാ ആടെ വിറക് വിട്ട് മുറിച്ച് അയാൾക്ക് ചെതി ഒരുക്കാൻ പോയിക്കുന്നതാണ്. എന്നാലും ഞാനൊന്ന് നോക്കിക്കോട്ടെ. അപ്പോൾ ഇയാളെ അമ്മയുണ്ട് ഇയാളെ അടുത്ത് ഇങ്ങനെ കിടന്ന് കരയുന്നത്. അപ്പോൾ അമ്മേനോട് ചോദിച്ചു, അമ്മേ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്താ അതിന്? അമ്മ പറഞ്ഞ് ആയിക്കോട്ടെ മോളെ, മോളെ എന്നല്ല ആയിക്കോട്ടെ, ഇവളെന്ത് ഇതാണെന്നൊന്നും അറിയില്ലല്ലോ, ആയിക്കോട്ടെ നിങ്ങൾ നോക്കിക്കോളി എന്ന്. അങ്ങനെ നോക്കി ഇവള് ഈ പിന്നെ പാമ്പിനെയൊക്കെ ദാനിച്ചു. പാമ്പ് വന്ന് ഈ വിഷമൊക്കെ എടുത്ത് പാമ്പ് പോയി. അങ്ങനെ ഇവള് പറഞ്ഞ് ഇവലോട്, നിങ്ങളെങ്കിൽ കാല് കയ്യ വെള്ളം, കോളാമ്പി മൂറിയ വെള്ളം, ചൂല് കയ്യ വെള്ളം ഇതെല്ലാം കൊണ്ടുതരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഗുളിയൊക്കെ അവർ കൊടുത്തിക്കാളുന്നു. അതെല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് അതിലൊരു ഗുളിക ഇട്ട് അതൊക്കെ അരച്ച് അത് പിന്നെ പ്ലായിൽ എടുത്തുകൊണ്ട് വന്ന് മുക്കി ഇയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്ലായിൽ എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെ മുക്കി അയാൾക്ക് കൊടുത്തു. അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എണീച്ച് കുത്തിരിഞ്ഞ് അന്നേരം ഇവള് പറഞ്ഞ്, ഇയാൾക്ക് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല, നിങ്ങൾ നോക്കിക്കോളി, ആ വെള്ളം ഇയാളെ കാലുമ്മ പാർന്നോളൂ ആണ്ടി, ബാക്കിയുള്ള വെള്ളം ഇയാളെ കാലുമ്മ പാർന്നോളൂ ആണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളങ്ങ് പോയി. ലേശം അങ്ങോട്ട് എത്തിയാൽ ഇവളെന്ത് ചെയ്ത് കുപ്പായവും കഴിച്ചിട്ട് കളഞ്ഞ്, ചെരുപ്പും കഴിച്ചിട്ട് കളഞ്ഞ്, പിന്നെ തലയിലെ തൊപ്പിയൊക്കെ എടുത്തിട്ട് ചൂരലുമൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് പോയി ഇവിടേക്ക് പോയി അവളെ വീട്ടിൽ. അപ്പോൾ വീട്ടിൽ വിചാരിച്ച് രണ്ടാളൂടി വരിക എന്നൊക്കെ വിചാരിച്ച്. എന്നപ്പോൾ അമ്മയെ ആങ്ങളമാരും എല്ലാം കൂടി ചോദിച്ചു, എന്താ മോളെ നായർ എവിടെ പോയി, നായർ വന്നില്ലേ? നായർ കുറച്ച് കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആടെ നിന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നായരെന്ന് കുറച്ച് കഴിഞ്ഞൊന്നും ആരെ കാണുന്നില്ല. കുറേ കഴിഞ്ഞപ്പം പിന്നീട് ഇയാളങ്ങനെ വരുന്നു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവളാണ് ഇത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇയാൾക്ക് കുറ്റബോധം തോന്നി മനസ്സിൽ. അപ്പോൾ ഇവിടെ അടുത്ത് വന്ന് ഇവളോട് ഇറങ്ങി, ഞാൻ എന്നെ കൂട്ടാൻ വന്നതാണ്, അമ്മേനോട് എന്നെ കൂട്ടിച്ചെല്ലാൻ പറഞ്ഞേക്ക്, പിന്നെ ഇനി പോരണം, എന്തായാലും പോരണം, ഞാൻ എൻ്റെ കാല് പിടിക്കുക. ഓള് പറഞ്ഞു, എൻ്റെ കാലൊന്നും പിടിക്കണ്ട, ഞാൻ ഇന്ന് വേറെ ഒരാളെ ഭാര്യയാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കാലും പിടിക്കേണ്ട, കയ്യൊന്നും പിടിക്കേണ്ട, നിങ്ങൾ പോയിക്കോളി, ഞാൻ നിങ്ങളെ പെരിട്ട് വരികയില്ല, ഈ ജന്മത്തിൽ ഞാൻ നിങ്ങളെ കൂടെ വരികയില്ല, ഇനിയൊരു ജന്മമൊക്കെ ഉണ്ടെങ്കിൽ ഇവക്ക് എന്തേലും ചെയ്യാം, ഇപ്പം നിങ്ങൾ പോയിക്കോളി എന്നാണ്. അങ്ങനെ അവിടെ നിന്ന് രാത്രിയായപ്പോൾ ഇവള് ജോഗിമാരെ വീട്ടിൽ പോയി. ജോഗിമാരെ വീട്ടിൽ പോയി. അപ്പോൾ ഇവളവിടെ ചെല്ലാന്ന് ഇറങ്ങിക്കല്ലേ ഇതെല്ലാം കഴിഞ്ഞാൽ. അപ്പോൾ ജോഗിമാരെ വീട്ടിൽ പോയിട്ട് പിന്നെ ഇവള് അവിടുന്ന് അമ്മേനെയും ഇവരെല്ലാം കണ്ട്. അപ്പോൾ പറഞ്ഞ്, ഞാൻ നിങ്ങൾ എന്നെ പഠിപ്പിച്ച് തന്ന വിദ്യകളൊക്കെ പഠിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അയാൾ വന്നിട്ട് എന്നോട് മാപ്പ് പറഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിനി ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഈ അമ്മയും മക്കളും കൂടി പറഞ്ഞ്, ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി എൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മേൻ്റെ ആങ്ങളമാരെയൊക്കെ എടുത്ത് സുഖമായിട്ട് ജീവിച്ചോ, ഞങ്ങൾക്കൊരു എതിരുമില്ല, പിന്നെ ഇനി ഒരു സത്യസന്ധതയുള്ളൊരു പെണ്ണാണ്, അതുകൊണ്ട് ഇപ്പം ഇവിടെ നിൽക്കണ്ട, ഇനി പോടുമെന്ന് പറഞ്ഞു. അങ്ങനെ ആടുന്ന് വന്ന് അമ്മേൻ്റെ അടുത്തും ആങ്ങളേരി അടുത്തുമൊക്കെ വന്ന്, എന്നിട്ടും അമ്മയെ ആങ്ങളാരും നിർബന്ധിച്ച് ഇവളോട് പിന്നെ ഓൻ്റെ അപ്പുറം പോകാൻ, അടേക്ക് പോകാൻ. ആങ്ങളാർക്കൊക്കെ ദേഷ്യം പിടിച്ച്. അന്നേരം ഇവള് പറഞ്ഞ് അമ്മേനോട് പറഞ്ഞ്, അമ്മ എങ്ങനെയൊക്കെയാണ് സ്ഥിതി, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോവുകയില്ല, ഇങ്ങനെ എന്നെ കൊല്ലാൻ നോക്കി അയാൾ ഇനിയോ എന്നെ കൊല്ലൂലേ, അതിനോണ്ട് ഇനി ഞാൻ പോവുകയില്ല, അതുകൊണ്ട് അമ്മ നിങ്ങളെനിക്ക് മാപ്പ് തരണം, ഞാൻ നിങ്ങളെ കാല് പിടിക്കുക അല്ലാരേ, അതുകൊണ്ട് നിങ്ങളിനി അങ്ങോട്ട് പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ ആളെ സുഖമായിട്ട് ജീവിച്ച്